നമ്മുടെ അമ്മയുടെ പേരെന്താ? സഫിന. സഫിന. മോൾ എന്താ അമ്മയെ വിളിക്കുന്നത്? അച്ഛൻ എന്താ അമ്മയെ വിളിക്കുന്ന പേര്? വാപ്പിച്ച വിളിക്കുന്നത് സഫിയേ. ഇവിടെ വന്നിട്ട് ഫിദ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, പ്രകൃതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മരം വെട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര വിഷമം. ശരിയാണ്, കറക്റ്റ്. ശരിയാ. അതെ അല്ലേ? ചെടികളൊന്നും വീട്ടില് താഴെ ഒന്നും ഇങ്ങനെ ഒന്നും കേറി കിടക്കാതിരിക്കാൻ വേണ്ടി താഴെ ഇങ്ങനെ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ അവള് എപ്പോഴും കരച്ചില്ല. പിന്നെ അന്ന് മൊത്തം കരച്ചില്ല. പ്രകൃതി ഞങ്ങളെ കാണാൻ അവളിങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കും. എവിടെങ്കിലൊക്കെ മൂലയ്ക്ക് പോയിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഈ ചെടികളൊന്നും വെട്ടുന്നത് ഒന്നും ഇഷ്ടമല്ല. വലുതാകുമ്പോ വനം വകുപ്പിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. വനം വകുപ്പ് മന്ത്രിയാവേണ്ട. എന്തത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏത് പാട്ടാ എന്ന് ചേച്ചി റെഡിയാക്കി വെച്ചേക്കുന്ന മോക്ക് ചിന്നത്തായവൾ എന്ന സോങ്. എന്തൊരു പാട്ടാ അത്. എന്താ കാരണം ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? മോക്ക് പിതാമോക്ക് മുന്നൊരു മോളുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു. ആ മോക്ക് എനിക്കൊരു 6 മാസം ആയപ്പോൾ ഡെലിവറി ആയി. പെയിൻ വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പം ഒരു 750 ഗ്രാമേ കുഞ്ഞു ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ കണ്ടു. അപ്പം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കരയൊക്കെ ചെയ്തു. പക്ഷെ പുറത്ത് പറഞ്ഞത് അവര് കുഞ്ഞു മരിച്ചെന്നാ. അപ്പം അത്രയും വെളിയിൽ അപ്പം അവർ കുഞ്ഞിനെ അടക്കാനുള്ള തുണിയെല്ലാം മേടിച്ച് റെഡിയാക്കി. പക്ഷെ പുറത്ത് നിന്ന് എല്ലാവരും കുറേ നേരം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അപ്പോൾ കൊടുക്കാണ്ടിരുന്നപ്പം ചോദിച്ചപ്പം കുഞ്ഞ് മരിച്ചില്ല. അപ്പോൾ അങ്ങനെ അവർ വെച്ചുകൊണ്ടിരുന്നു. ഒരു 2 മണിക്കൂറോളം കുഞ്ഞ് അങ്ങനെ തന്നെ കിടന്നിരുന്നേത്. അപ്പം ഞാൻ അറിയുന്നില്ലായിരുന്നു. അപ്പോൾ പുറത്ത് പിന്നെ അവർ വഴക്കായി. കുഞ്ഞിനെ അത്രയും നേരം മരിക്കാണ്ടിരുന്നിട്ട് അവരങ്ങനെ വെച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ എന്നിട്ട് അപ്പം ബഹളം ഉണ്ടാക്കി കുഞ്ഞിനെ അവിടുന്ന് അവർ എല്ലാവരും കൂടെ ചേർന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പക്ഷെ കുഞ്ഞ് ഒരാഴ്ചയെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അത്രയും താമസം എടുത്തു കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനൊക്കെ. കിട്ടുമെന്ന് വിചാരിച്ചിട്ടും കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞിന് ഒരാൾ വേണ്ട, അപ്പം ഇനി ഒരാൾ മതി. അപ്പം മൂത്ത ആളുടെ ഒരു വിഷമം, എനിക്കൊരാളില്ല കൂടെ എനിക്കൊരാൾ കളിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് കാരണം പിന്നെ മോളായത്. അപ്പം ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ വിചാരിച്ചത് ഇനി ഉണ്ടാവുകയാണെങ്കിൽ ആ മോള് തന്നെ വന്ന് ജനിക്കണം, മോള് തന്നെ മതി എന്നുള്ളൊരു പെൺകുട്ടി തന്നെ മതി, ആ മോള് തന്നെ വന്ന് ജനിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പം ഞങ്ങളുടെ ഒരു ഇതിൽ അവള് തന്നെ വന്ന് ജനിച്ചത് എന്നുള്ളതാണ്. ഇതുപോലൊരു പൊന്നുമോളല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അല്ലേ അമ്മ? അതുപോലെ ആളൊരു ഭയങ്കര സംഭവമൊക്കെ നടത്തിയിട്ടുണ്ട് 2 കൊല്ലം മുമ്പ് ഒരു സിനിമയിലൊക്കെ അല്ലേ അമ്മ? പറഞ്ഞേ. സണ്ടക്കോഴി 2 എന്ന് പറഞ്ഞ ഫിലിമില് യുവൻ ശങ്കർ രാജ സാറിന്റെ മ്യൂസിക്കില് പാടിയിട്ടുണ്ട് ഒരു 4 വരി, തെലുങ്കും തമിഴും. ദൈവമേ, ഇനി വന്നൊരു സെൽഫി എടുക്കണ്ട. രാജാ സാറിനെ കാണാനും പറ്റി. അങ്ങ് പോയി ചെന്നൈ പോയാണ് മിക്സ് ചെയ്ത്. അടിപൊളി. കൊടുക്ക.